അത് നമ്മുടെ സ്ട്രോങ് ഒരു ബോണ്ടിങ് ആണ്. നമ്മൾ ഓരോ പീസായിട്ട് വലിച്ചിട്ട് പോലും അത് ഇളകി വരാത്ത ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അത് ഇനി ചെയ്യണമെങ്കിൽ അത് ഓരോ പീസായിട്ട് എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റുന്നതിനുള്ള ഒരു ഓപ്ഷൻ നോക്കിയാലേ പറ്റുള്ളൂ. ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംവിധാനമല്ല. കാര്യം നമ്മളൊരു ചെറിയൊരു പീസ് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കവർ പോലും ഇളകി വരുന്ന കണ്ടീഷനിലല്ല. വേസ്റ്റ് ഫുള്ള് ബ്ലോക്ക്, ഇത് സോളിഡ് ബ്ലോക്കാണ്. 1.5 മീറ്ററോളം ഹൈറ്റ് ഉള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് വലിച്ചിട്ടൊന്നും വരാത്തത്. അതിനോടെല്ലാം ചെളിയൂടെ ചേർന്നിട്ട് അത് വെള്ളം പോലും സെറ്റായ അവസ്ഥയിലാണ്. നമ്മൾ വെള്ളം അടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, വെള്ളം അതിനകത്തോട്ട് കയറുന്നില്ല. ഈ ബ്രാഞ്ചിന്റെ പവറിൽ ഫുൾ പവറിൽ അടിച്ചിട്ട് പോലും അത് ഉള്ളിലോട്ട് കയറുന്നില്ല. ഈ പ്രക്രിയ കൊണ്ട് വെള്ളം അടിച്ച് അതിനെ ഇളക്കി പിരിച്ചുവിടാന്നുള്ളത് നീണ്ടുപോകും. ഇതിപ്പോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കുറേച്ചേ വരുന്നുള്ളൂ കവർ, അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ ഇത്രയും പ്രഷറിൽ അടിച്ചിട്ടും ഇനി അപ്പുറത്തെ പ്രഷർ കൊടുക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ആലോചിക്കുന്നു. ഇപ്പൊ ബാക്ക് വാഷ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് കെട്ടി നിർത്തിയിട്ട് ഒരുമിച്ച് അത്രയും ലിറ്റർ വെള്ളം ഒരുമിച്ച് വിടും, അതിനെ തുറന്നു വിടും. അപ്പൊ ഇത് പ്രഷർ അത്രയും ഹെവി ഏരിയയിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഒരുമിച്ച് വരും. എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് സാധ്യമാണോ? ഇതുപോലെ ചിലപ്പോൾ ഇളകി വരാം. കാര്യം ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പൊ ബോഡിക്ക് ഒരു ചെറിയൊരു മൂവിങ് ഉണ്ടായിരിക്കും. അപ്പൊ അത് തള്ളിക്കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇത് അടിയിൽ തടിങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യാം, അതിങ്ങ് പോരാ. ഓരോ ഇതായിട്ട് പരീക്ഷിച്ച് പറ്റും. ഇതിനകത്തോട്ട് കയറിയാൽ അതിന്റെ ഭീകരത മനസ്സിലാവും. നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നതല്ല. ഇപ്പൊ വെള്ളം അടിക്കുന്നില്ല. അവര് വെള്ളം അവിടെ കെട്ടി നിർത്തുന്ന പരിപാടി നടക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. വെള്ളം പ്രയോഗിച്ചാൽ ഈ രീതി ഫ്ലഷിംഗ് കൊണ്ട് ഇപ്പം പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതി മാറ്റിയിട്ട് അടുത്തൊരു രീതിയാണ് നമുക്ക് ആലോചിക്കുന്നത്. ബാക്ക് വാഷ് തടയാനായിട്ട് വെള്ളം നിർത്തിയിട്ട് അതിനെ ഫുള്ളായിട്ട് തുറന്നു വിടുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ പദ്ധതി നമ്മളിപ്പോ അവസാനിപ്പിക്കുകയാണ്, അടുത്ത പദ്ധതിയിലേക്ക് പോവുക. അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ വെള്ളം അല്ല, അത് അവസാനിപ്പിച്ചില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറി അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ അവിടെ നിന്ന് സാറുമായിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ ആലോചിച്ചതിന് ശേഷം അപ്പർ സൈഡാ സാറുമായിട്ട് സാറിപ്പോ ഒരു മീറ്റിംഗിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നേവി വരുന്ന സംബന്ധിച്ചുള്ള അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. സൈഫുദ്ദീനെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ വാട്ടർ ഫ്ലഷ് ചെയ്തുകൊണ്ട് മാലിന്യം നീക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രക്രിയ വളരെ ദുഷ്കരമാണ്. വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ ബ്ലോക്കായി തന്നെ അടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്ന രീതിയിലാണ് അത്, അല്ലെങ്കിൽ അതിന് ഏറെ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ തന്നെ പരമാവധി ചെയ്യാൻ കഴിയുന്ന അത്രയും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്രയും ശക്തിയിൽ വെള്ളം പമ്പ് ചെയ്തിട്ടും ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം വളരെ ഒരു റോക്കായ അവസ്ഥയിലാണ് ഉള്ളത്. അതിനെ ഇളക്കിയെടുക്കാൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ ഇളകി വരുന്നില്ല. വളരെ ചെറിയ തോതിൽ മാത്രമേ ഇളകി വരുന്നുള്ളൂ. അങ്ങനെ ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇതിനപ്പുറമുള്ള 3-ാം നമ്പർ മാൻഹോളിൽ ഇറങ്ങിക്കൊണ്ട് അതിൽ നിന്ന് വീണ്ടും ഒരു ശ്രമം കൂടി അവിടെ നിന്നും ഇതുപോലെ വെള്ളം പമ്പ് ചെയ്ത് കൊടുത്ത് നോക്കാനുള്ള ഒരു ശ്രമം കൂടി അവർ ആലോചിക്കുന്നുണ്ട്. അതിനിടയിൽ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബ്ലാക്ക് വാഷ് എന്ന പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് കൂടുതൽ വെള്ളം കെട്ടി നിർത്തിയ ശേഷം, വലിയ അളവിലുള്ള വെള്ളം കെട്ടി നിർത്തിയ ശേഷം ആ അളവിലുള്ള വെള്ളം ഒരേ സമയം തുറന്നു വിടുക. അങ്ങനെ തുറന്നു വിടുമ്പോൾ ഒരുപക്ഷെ മൃതദേഹവും മറ്റും ആ താഴെ മാലിന്യം കെട്ടിക്കിടന്നാൽ പോലും ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് അത് ഇപ്പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് കടന്നുപോയത്. അതായത് വിവിധ സാധ്യതകൾ സൈഫുദ്ദീൻ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വെള്ളം പമ്പ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് മാലിന്യത്തെ ഈ ടണലിനുള്ളിലെ ഒരു ഭാഗത്തുനിന്നെങ്കിലും നീക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തിയത്. പക്ഷേ അത് വിജയകരമായില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. കാരണം അത് വർഷങ്ങളായി ഇതിനകത്ത് മാലിന്യം അടിഞ്ഞുകൂടി ബ്ലോക്കായി ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഘട്ടമാണുള്ളത്. അത്തരം ഒരു ഘട്ടം ഉള്ളതിനാൽ തന്നെ
അതിനെ പൂർണ്ണമായും അവിടുന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമായ ദൗത്യമാണ്. ഇത്രയും നേരം ഈ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ എത്ര ഫോഴ്സാണോ ആ ഫോഴ്സിൽ ശക്തമായി ചെയ്തിട്ട് പോലും വളരെ കുറഞ്ഞ മാലിന്യം മാത്രമാണ് ഇളകി വന്നത്. അതിനാൽ ഈ പ്രക്രിയ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് സാധ്യതകൾ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, മൈനർ ഇറിഗേഷൻ വകുപ്പ് ബ്ലാക്ക് വാഷ് ചെയ്യുക എന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥലത്ത് തടയണ പോലെ കൂടുതൽ വെള്ളം കെട്ടി നിർത്തിയ ശേഷം അത് ഒരേ സമയം അത് തുറന്നു വിടുക. അങ്ങനെ വലിയ ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ ഇതിനകത്തുള്ള മാലിന്യത്തിനൊപ്പം ഈ മൃതദേഹമായിട്ട് മറ്റോ ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരിക, അല്ലെങ്കിൽ അത് ഇപ്പുറത്തേക്ക് വരിക എന്ന ഒരു ശ്രമം കൂടി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുകൂടി ഇതിന് സമാന്തരമായി നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം നേവി സംഘം കൂടി എത്തും. അവരുടെ ശ്രമം കൂടി ഇതൊക്കെയാണ് ഇനിയുള്ളത്. അതായത് സാധ്യമായ എല്ലാ വഴികളും നോക്കുക എന്ന രീതിയാണുള്ളത്. ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ പ്രക്രിയയായിരുന്നു. നമുക്ക്